എതിരാളികൾക്ക് മുന്നിൽ കരുത്തോടെ ആടുജീവിതം കേരള കളക്ഷൻ. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് തരണേ പ്ലീസ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് ആടുജീവിതം. മലയാളികൾക്ക് ഒന്നടങ്കം വായിച്ച് മനഃപ്പാഠമാക്കിയ ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ അതേ പേരിൽ സിനിമയാകുമ്പോൾ അതെങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാസ്വാദകർ. ഒപ്പം പൃഥ്വിരാജൻ നജീബായുടെ പറന്നാട്ടവും. ഒടുവിൽ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ 16 വർഷം ബ്ലസ്സി കാത്തിരുന്ന് വെറുതെ ആയില്ലെന്ന് ഉറപ്പാകുകയും ചെയ്തു. 2024 മാർച്ച് 22-നായിരുന്നു ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം റിലീസ് ചെയ്തത്. ഫസ്റ്റ് ഷോ മുതൽ മികച്ച പ്രശംസയ്ക്കും ഒപ്പം മൗത്ത് പബ്ലിസിറ്റിയും നേടാൻ ചിത്രത്തിനായി. പിന്നീട് കണ്ട ആടുജീവിതത്തിൻ്റെ തേരോട്ടമായിരുന്നു. തിയേറ്ററിൽ മാത്രമല്ല, ബോക്സ് ഓഫീസിലും വെറും 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബ് എന്ന നേട്ടവും പൃഥ്വിരാജ് സിനിമ സ്വന്തമാക്കി. ഇപ്പോഴിതാ ചിത്രം റിലീസ് ചെയ്ത് 22 ദിവസങ്ങൾക്ക് പിന്നിടുമ്പോൾ ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ആടുജീവിതം ഇതുവരെ 70,65,00,000 രൂപയാണ് കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത്. 20 ദിവസത്തിലെ കേരള കളക്ഷൻ 68.40 കോടിയാണ്. 1,20,00,000, 1,05,00,000 എന്നിങ്ങനെയാണ് മറ്റ് 2 ദിവസങ്ങളിലെ കേരള കളക്ഷൻ റിപ്പോർട്ടും. ആഗോളതലത്തിൽ പുലിമുരുകൻ്റെ ഫൈനൽ കളക്ഷൻ പിന്നിട്ട് 150 കോടിയിലേക്ക് കുതിക്കുന്ന തയ്യാറെടുപ്പിലാണ് ആടുജീവിതം എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം ഗുരുവായൂരമ്പലനടയിൽ എന്ന ചിത്രമാണ് പൃഥ്വിരാജിൻ്റെതായി റിലീസിന് ഒരുങ്ങുന്നത്. ജയ ജയ ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന്